നാട്ടിലും മറുനാട്ടിലുമായി ഈ വാരം ട്രെൻഡിംഗ് ആയ ഒരു പിടി വിശേഷങ്ങളുമായി 24news.com അവതരിപ്പിക്കുന്ന ഈ ലോകം ഈ ആഴ്ച എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പണ്ടത്തെ വട്ട്, ഇപ്പോൾ ഡിപ്രഷൻ. പണിയില്ലാത്തത് കൊണ്ടാണ് ഇതെല്ലാം. മാനസികാരോഗ്യ പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിച്ച നടി കൃഷ്ണപ്രഭയുടെ പ്രസ്താവന വലിയ വിവാദമായി മാറി. പ്രമുഖരടക്കം നിരവധി പേരാണ് നടിയുടെ അഭിപ്രായത്തെ വിമർശിച്ച് രംഗത്തെത്തിയത്. നീതൂസ് രമേശിന്റെ റിപ്പോർട്ട് കാണാം. മുംബൈയിൽ തന്നെ കാണാനെത്തി ബംഗളൂരുവിലേക്ക് അമ്മ മടങ്ങുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞുപോയി. എനിക്ക് ജീവിക്കണമെന്നില്ലെന്ന് പറഞ്ഞ് വിലപിച്ചു. പറഞ്ഞത് ദീപിക പദുക്കോണാണ്. ബോളിവുഡിലെ ഏറ്റവും തിരക്കേറിയ താരങ്ങളിൽ ഒരാൾ. തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ ഒരു കാലത്തെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു ദീപിക. വിഷാദരോഗത്തിന്റെ സങ്കീർണത അടിവരയിടുന്ന വാക്കുകൾ. ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു പ്രസ്താവന കൂടി പരിശോധിക്കാം. കൃഷ്ണപ്രഭ, അഭിനേത്രി, നർത്തകി, ഗായിക. ഒരു അഭിമുഖത്തിനിടെ കൃഷ്ണപ്രഭ പറഞ്ഞ ചില കാര്യങ്ങൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇതിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നടത്തിയ ചില പരാമർശങ്ങൾ രൂക്ഷ വിമർശനങ്ങൾക്കാണ് ഇടയാക്കിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം പോയി കിട്ടാൻ ഒരു പാടുമില്ല. രാവിലെ എഴുന്നേറ്റ് 2 പാട്ട് പ്രാക്ടീസ് ചെയ്യുക, അപ്പോൾ ഉച്ചയാവും. ഉച്ച കഴിയുമ്പോൾ അടുത്ത പാട്ട് പ്രാക്ടീസ് ചെയ്യുക. സമയം പോയി. ഭയങ്കര ഓവർ തിങ്കിങ് ആണ്, ഡിപ്രഷൻ വരുന്നു എന്നൊക്കെ ആൾക്കാർ പലപ്പോഴും പറയുന്നത് കേൾക്കാം. എന്തൊക്കെയോ പുതിയ വേർഡ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ, മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷ്ണപ്രഭ പൊട്ടിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ചുമ്മാ കളിയാക്കി പറയും, പണ്ടത്തെ വട്ടു തന്നെ, ഇപ്പോൾ ഡിപ്രഷൻ എന്ന് പുതിയ പേരിട്ടെന്ന് മാത്രം. അതൊക്കെ വരാൻ എന്താണ് കാരണമെന്നറിയാമോ? പണിയൊന്നും ഇല്ലാത്തോണ്ടാ. എപ്പോഴും മനുഷ്യൻ ബിസിയായിരുന്നാൽ കുറെ കാര്യങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാകും, അവർ പറയുന്നു. അപ്പോൾ ദീപിക, ഇലോൺ മസ്ക്, ലേഡി ഗാഗ, വിഷാദരോഗം ബാധിച്ചിട്ടുള്ള ഈ പ്രമുഖരുടെ കാര്യമൊക്കെയോ? സെലിബ്രിറ്റികൾ മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള പലരും ഇതിലൂടെ കടന്നു പോയിട്ടുള്ളവരാകാം, കടന്നു പോകുന്നവരാകാം. ഉത്കണ്ഠ, വിഷാദം, മാനസിക സമ്മർദ്ദം ഇവയെല്ലാം ആർക്ക് വേണമെങ്കിലും വരാം. അഭിമുഖത്തിലെ ഈ ഭാഗങ്ങൾ വലിയ രീതിയിൽ പ്രചരിച്ചതോടെ രൂക്ഷ വിമർശനമാണ് നടിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്നത്. ആരോഗ്യ വിദഗ്ധരും സെലിബ്രിറ്റികളുമടക്കം കൃഷ്ണപ്രഭയ്ക്കെതിരെ രംഗത്തെത്തി. തമാശ പറയാനാണെങ്കിൽ പോലും ദയവായി വിഷയത്തെക്കുറിച്ച് പഠിക്കണം എന്നായിരുന്നു ഗായിക അഞ്ജു ജോസഫിന്റെ പ്രതികരണം. അവരെ സഹായിക്കേണ്ട മാഡം, ഉപദ്രവിക്കാതിരിക്കുക. പണിയില്ലാ കാലത്ത് പെട്ടെന്ന് പ്രശസ്തി കിട്ടണമെങ്കിൽ പാവം മനോരോഗികളെ പരിഹസിച്ചു തന്നെ വേണോ? അതിനായി വേറെ എന്തൊക്കെ ചെയ്യാം മാഡം? ഡോക്ടർ CJ ജോൺ ചോദിക്കുന്നു. അഭിമുഖത്തിൽ കൃഷ്ണപ്രഭ പറഞ്ഞതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഒരു സൈക്കോളജിസ്റ്റ് പങ്കുവച്ച വീഡിയോ നടി സാനിയ ഈയപ്പനും തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചു. കൃഷ്ണപ്രഭ പറഞ്ഞത് വിവരക്കേടല്ല, തെമ്മാടിത്തരമാണെന്നും സിനിമാ നടി കരുതുന്നത് പോലെ വിഷാദ രോഗികൾ പണിയെടുക്കാൻ മടിച്ച് ഒരു മൂലയ്ക്ക് ചുരുണ്ടുകൂടി കിടക്കുന്നവരാകണമെന്നില്ലെന്നും ഡോക്ടർ ഷിംന അസീസ് പറയുന്നു. അറിവില്ലാത്ത പക്ഷം ഏറ്റവും കുറഞ്ഞത് അതിനെപ്പറ്റി പറഞ്ഞ് പരിഹസിച്ച് അട്ടഹസിക്കാതിരിക്കാനുള്ള വകതിരിവെങ്കിലും കാണിക്കണമെന്ന് ഡോക്ടർ സൗമ്യ സരിൻ പറയുന്നു. വിഷാദം വെറും വാക്കല്ല, മൂഡ് സ്വിങ്സ് വെറും വാക്കല്ല എന്നും സൗമ്യ കൂട്ടിച്ചേർത്തു. എന്നാൽ തന്റെ അഭിമുഖം ആരും മുഴുവനായി കണ്ടിട്ടില്ലെന്നും പറഞ്ഞത് ആളുകൾ മനസ്സിലാക്കിയിട്ടില്ലെന്നുമാണ് കൃഷ്ണപ്രഭയുടെ മറുപടി. രാവണപ്രഭു എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി മാറിയ നടിയാണ് വസുന്ധരദാസ്. പെട്ടെന്നൊരു നാൾ സിനിമയോട് വിട പറഞ്ഞ കാർത്തികേയന്റെ ജാനകി ഇന്നെവിടെ? സ്വപ്ന സുജിത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലയാള സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റുകളിലൊന്നായ രാവണപ്രഭു 24 വർഷങ്ങൾക്കിപ്പുറവും വീണ്ടും തിയേറ്ററുകളിൽ ആവേശം തീർക്കുകയാണ്. മംഗലശ്ശേരി നീലകണ്ഠനും മകൻ കാർത്തികേയനും ബിഗ് സ്ക്രീനിൽ നിറഞ്ഞാടുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു നൊസ്റ്റാൾജിയ ചോദ്യമുയരുന്നു. ചിത്രത്തിലെ നായികയും കാർത്തികേയന്റെ പ്രിയങ്കരിയുമായ ഡോക്ടർ ജാനകി നമ്പ്യാർ അല്ലെങ്കിൽ നടി വസുന്ധരദാസ് ഇന്ന് എവിടെയാണ്? കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് രാവണപ്രഭു റീ റിലീസിന്റെ സന്തോഷം നടി തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ പങ്കുവച്ചിരുന്നു. എല്ലാവരും രാവണപ്രഭു കാണണം. സവാരി ഗിരിഗിരി എന്ന പോസ്റ്റിലൂടെ മലയാള സിനിമയോടും പ്രേക്ഷകരോടുമുള്ള തന്റെ ഇഷ്ടം അവർ ഒരിക്കൽ കൂടി പ്രകടിപ്പിച്ചു. എന്നാൽ മലയാളികൾക്ക് ജാനകിയായി ഏറെ പരിചിതയാണെങ്കിലും ഒരു അഭിനേത്രി എന്ന നിലയിൽ വസുന്ധരദാസിന്റെ കഥാപാത്രങ്ങൾ പരിമിതമായിരുന്നു. 1999 കമൽഹാസനൊപ്പമുള്ള ഹേ റാം എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമയിലേക്കുള്ള നടിയുടെ രംഗപ്രവേശനം. പിന്നീട് 2001 രാവണപ്രഭുവിൽ മോഹൻലാലിന്റെ നായികയായി തിളങ്ങി. 2004 മമ്മൂട്ടിയുടെ നായികയായി വജ്രം എന്ന ചിത്രത്തിലൂടെ വീണ്ടും മലയാളത്തിലെത്തി.
അഭിനയം താൻ അവിചാരിതമായി തിരഞ്ഞെടുത്ത പാതയായിരുന്നുവെന്ന് വസുന്ധര പല അഭിമുഖങ്ങളിലും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപിടി മികച്ച കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയതിനു ശേഷം സംഗീതത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശത്താൽ പെട്ടെന്നൊരു നാളാണ് അവർ അഭിനയത്തിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങിയത്. അഭിനയത്തിൽ നിന്ന് അകന്നുനിന്ന വസുന്ധര സംഗീത ലോകത്ത് തന്റേതായ ഒരിടം കണ്ടെത്തി. മലയാളത്തിനു പുറമെ ഹിന്ദി, തമിഴ്, തെലുങ്ക് സിനിമാ മേഖലകളിലെ പ്രശസ്ത പിന്നണി ഗായികയായി അവർ മാറി. AR റഹ്മാൻ, ശങ്കർ, എഹ്സാൻ ലോയ്, ഹാരിസ് ജയരാജ് തുടങ്ങി പ്രമുഖ സംഗീത സംവിധായകരുമായി ചേർന്ന് ഒട്ടേറെ ഹിറ്റ് ഗാനങ്ങൾ അവർ ആലപിച്ചു. ഷക്കലക്ക ബേബി, ഓരേ ചോരി, ഇറ്റ്സ് ദി ടൈം ടു ഡിസ്കോ, ഹോനാ ഹോ, കണ്ണും കണ്ണും നോക്കിയ എന്നിവയെല്ലാം വസുന്ധരയുടെ ശബ്ദത്തിൽ പിറന്ന സൂപ്പർ ഹിറ്റുകളാണ്. എന്നാൽ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ പിന്നണി ഗാന രംഗത്തു നിന്നും അവർ പതിയെ പിൻവാങ്ങുകയും ഇന്ന് ഒരു പതിറ്റാണ്ടിലേറെയായി സിനിമാ രംഗത്ത് സജീവമല്ലാതായിരിക്കുകയും ചെയ്യുന്നു. വർഷങ്ങൾക്കിപ്പുറം വസുന്ധരാദാസ് എവിടെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരം സംഗീതവുമായി ബന്ധപ്പെട്ട അവരുടെ ജീവിതമാണ്. അഭിനയത്തിന്റെയും പിന്നണി ഗാനത്തിന്റെയും തിരക്കുകളിൽ നിന്നും മാറി സംഗീതത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോവുകയാണ് കാർത്തികേയന്റെ ജാനകി ഇന്ന്. ഭർത്താവ് റോബർട്ടോ നരനുമായി ചേർന്ന് 2005-2006 കാലഘട്ടത്തിൽ സ്ഥാപിച്ച ഡ്രെജാം എന്ന ബാൻഡാണ് ഇന്നത്തെ വസുന്ധരയുടെ ലോകം. സംഗീതത്തെ ഒരു വിനോദം എന്നതിലുപരി സമാധാനത്തിലേക്കുള്ള വഴിയായി കാണുന്ന അവർ ലോകമെമ്പാടുമുള്ള കച്ചേരികളിലൂടെയും പരിപാടികളിലൂടെയും തന്റെ സംഗീതയാത്ര തുടരുകയാണ്. സംഗീതത്തിൽ പുതിയ പര്യവേക്ഷണങ്ങൾ നടത്താൻ ഇന്ന് തനിക്ക് ധാരാളം സമയമുണ്ടെന്നും അത് എന്നും താൻ ആഗ്രഹിച്ചിരുന്ന കാര്യമാണെന്നും വസുന്ധര അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇനി ഡാറ്റ ഉപയോഗം അല്പം കൂടി ചെലവേറിയ കാര്യമായേക്കും. ടെലികോം കമ്പനികൾ ഈ വർഷം അവസാനത്തോടെ ഡാറ്റ പ്ലാനുകളുടെ നിരക്ക് ഉയർത്താൻ ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. വിവരങ്ങളുമായി പൂജ രമേശ് ചേരും. ഇനി മുതൽ ഡാറ്റ പ്ലാനുകൾ ഉപയോഗിക്കാൻ നമ്മൾ കുറച്ച് അധികം പണം നൽകേണ്ടി വരും. ഈ വർഷം അവസാനത്തോടെ ടെലികോം കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഡാറ്റ പ്ലാനുകളിൽ 10 മുതൽ 12% വരെ വില വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. അടുത്ത കാലത്തായി ഉപയോക്താക്കളുടെ എണ്ണത്തിലുണ്ടായ വർധനവാണ് താരിഫ് ഉയർത്തുന്നതിന് കാരണമായിരിക്കുന്നത്. ഇതിനു മുന്നോടിയായി ജിയോയും എയർടെലും അവരുടെ 1 GB ഡാറ്റ പ്ലാനുകൾ പിൻവലിക്കുകയും ചെയ്തിരുന്നു. 1 GB നിന്ന് ഉപഭോക്താക്കളെ 1.5 GB പ്ലാനുകളിലേക്ക് മാറ്റുകയും ഇതുവഴി ഡാറ്റ ഉപയോഗം വർദ്ധിപ്പിച്ച് വരുമാനം ഉയർത്തുകയും ചെയ്യാനാണ് കമ്പനികൾ ലക്ഷ്യമിടുന്നത്. ഇങ്ങനെ 1.5 GB നിന്ന് 2 GB ഡാറ്റ ഉപയോഗം വർദ്ധിപ്പിച്ചാൽ ഒരു ഉപഭോക്താവിൽ നിന്നുള്ള ശരാശരി വരുമാനം 17 മുതൽ 19% കൂടും. ഇത് തന്നെയാകാം ഈ പുതിയ നിരക്ക് വർധനയുടെ കാരണവും. ഇനിയൊരു നിരക്ക് വർധനവ് വന്നാൽ വരിക്കാർ മറ്റ് നെറ്റ്വർക്കുകളിലേക്ക് മാറുമെന്നൊരു ആശങ്ക കമ്പനികൾക്കുണ്ട്. അതിനാൽ എല്ലാ പ്ലാനുകൾക്കും ഒരുപോലെ വില വർദ്ധിപ്പിക്കാതെ ഉപഭോക്താവ് ഉപയോഗിക്കുന്ന അളവിനനുസരിച്ച് വില ഉയർത്തുന്ന മാർഗമാകും കമ്പനികൾ സ്വീകരിക്കുക. കുറഞ്ഞ പ്ലാനുകളുടെ വില വർദ്ധിപ്പിക്കാതെ ഇടത്തരം മുതൽ ഉയർന്ന വിലയുള്ള റീചാർജ് പ്ലാനുകൾക്കാകും വില കൂടുക. അങ്ങനെയായാൽ ഉപഭോക്താക്കൾ മറ്റ് ഓപ്ഷനുകൾ തേടി പോകുന്നത് തടയാൻ സാധിക്കും. വില വർദ്ധിപ്പിക്കാൻ പോകുന്ന പ്ലാനുകൾ ഏതൊക്കെയാണെന്ന് കമ്പനികൾ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും നമ്മുടെ ഡാറ്റ ഉപയോഗം വർദ്ധിച്ചത് ടെലികോം കമ്പനികൾക്ക് വലിയ ലാഭമായിരിക്കുകയാണിപ്പോൾ. 6 ലക്ഷത്തിന് താഴെ മാത്രം ജനസംഖ്യ, അതിൽ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആളുകൾ. അവർക്ക് വേണ്ടി ലോകകപ്പ് എന്ന സ്വപ്നതുല്യ ടൂർണമെന്റിൽ ബൂട്ട് കെട്ടാൻ ഒരുങ്ങുകയാണ് ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു കുഞ്ഞൻ രാജ്യം. മെറിൻ കെ ബിജു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലോകത്തെ ഏറ്റവും വലിയ ഫുട്ബോൾ മാമാങ്കം ഫിഫ വേൾഡ് കപ്പ്. ആ വേൾഡ് കപ്പിലേക്ക് തങ്ങളുടെ വരവ് അറിയിച്ചിരിക്കുകയാണ് ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു കുഞ്ഞൻ രാജ്യം. ജനസംഖ്യ പരിശോധിച്ചാൽ 6 ലക്ഷത്തിന് താഴെ മാത്രം. അവിടെ നിന്നാണ് കേപ്പ് വെർഡി അഥവാ റിപ്പബ്ലിക് ഓഫ് ക്യാബോ വെർഡി എന്ന രാജ്യത്തിന്റെ ലോകകപ്പ് പ്രവേശനം. 2025 ഒക്ടോബർ 13 അന്നാണ് ഈ ചരിത്ര നിമിഷത്തിന് ഫുട്ബോൾ ലോകം സാക്ഷിയായത്. കേപ്പ് വെർഡിയുടെ തന്നെ ഹോം ഗ്രൗണ്ടിൽ നടന്ന എസ്വാത്തിനി കേപ്പ് വെർഡി പോരാട്ടം. ഗോൾ രഹിതമായിരുന്ന ആദ്യ പകുതിക്ക് ശേഷം 48-ാം മിനിറ്റിൽ ആദ്യ ഗോൾ. പിന്നീട് 54-ാം മിനിറ്റിലും 91-ാം മിനിറ്റിലും എതിരാളികളുടെ വല കുലുക്കി കേപ്പ് വെർഡി. അങ്ങനെ എതിരില്ലാത്ത 3 ഗോളിന്റെ ജയം സ്വന്തമാക്കി ആ കുഞ്ഞൻ രാജ്യം ലോകകപ്പ് കളിക്കാനുള്ള ടിക്കറ്റ് ഉറപ്പിച്ചു. ഐസ്ലൻഡിന് ശേഷം ലോകകപ്പിലേക്ക് യോഗ്യത നേടുന്ന ഏറ്റവും ചെറിയ രാജ്യം കൂടിയാണ് ബ്ലൂ ഷാർക്സ് എന്ന് വിളിപ്പേരുള്ള മധ്യ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഈ ദ്വീപ സമൂഹം. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ കേപ്പ് വെർഡി ഉൾപ്പെട്ടിരിക്കുന്നത് ക്യാമറൂൺ അടങ്ങിയ ഗ്രൂപ്പ് ഡിയിൽ. കളിച്ചത് 10 മത്സരങ്ങൾ, അതിൽ 7 ജയവും 2 സമനിലയും ഒരൊറ്റ തോൽവിയും. ഈ ഒരു മത്സരഫലം ആരും തന്നെ പ്രതീക്ഷിച്ചു കാണില്ല.
ഒരു രാജ്യം ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പിന് യോഗ്യത നേടുമ്പോഴുണ്ടാകുന്ന സന്തോഷം അത് സമാനതകളില്ലാത്തതാണ്. ഇന്നലെ കേപ്പ് വെർഡിയുടെ തലസ്ഥാനമായ പ്രേയിലെ നാഷണൽ സ്റ്റേഡിയത്തിൽ കണ്ടതും അതുതന്നെ. ഫിഫ ലോക റാങ്കിംഗ് പട്ടികയിൽ നിലവിൽ 70-ാം സ്ഥാനത്തുള്ള കേപ്പ് വെർഡി 2026 ലോകകപ്പിനുള്ള യോഗ്യത നേടുന്ന മൂന്നാമത്തെ നവാഗതരാണ്. ഏഷ്യൻ രാജ്യങ്ങളായ ഉസ്ബെക്കിസ്ഥാനും ജോർദാനുമാണ് യോഗ്യത നേടിയ മറ്റു ടീമുകൾ. 240 ദിവസങ്ങളുടെ ദൂരമാണ് ഇനി കാനഡ, മെക്സിക്കോ, USA എന്നിവിടങ്ങളിലായി നടക്കുന്ന 2026 ലോകകപ്പിലേക്കുള്ളത്. 140 കോടിയിലേറെ ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. എന്നിട്ടും എന്തുകൊണ്ട് ലോകകപ്പ് എന്ന സ്വപ്നത്തിൽ എത്തിച്ചേരാൻ ഇന്ത്യക്ക് ഇനിയുമാകുന്നില്ല? ലോകകപ്പിന്റെ മൈതാനത്ത് പന്ത് തട്ടുന്നത് സ്വപ്നം കാണുന്ന ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് ഇങ്ങനെയൊരു വാർത്ത ഇനി എന്ന് കേൾക്കാൻ സാധിക്കും? അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ലോകം ഈ ആഴ്ച, ഇനി അടുത്ത ബുധനാഴ്ച കൂടുതൽ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് എത്തും. വീണ്ടും കാണും വരെ ഗുഡ് ബൈ ഫ്രം പൂജ രമേശ് ആൻഡ് കീപ് വാച്ചിങ് 24.